പറഞ്ഞാൽ കേൾക്കാത്തതായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ ശ്രീരാമന്റെ കുടുംബത്തിൽ പോയി ഉണ്ടായതായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും? അത് ജീവിതമാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. മനുഷ്യനായിട്ട് ജനിക്കുന്നത് പുണ്യപാപത്തിനനുസരിച്ചാണ്. ആ പുണ്യപാപത്തിനനുസരിച്ച് ഇവിടെ ഇതൊക്കെ അനുഭവിക്കേണ്ടവരാ. ഈശ്വരന്റെ ജീവിതമാണ് നമ്മൾ പഠിക്കേണ്ടത്. ശ്രീരാമനായിട്ടും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനായിട്ടും ബലരാമനായിട്ടും അനേക അവതാരങ്ങളെടുത്തതായിട്ട് ഭഗവാൻ ലീലകളെയാണ് നമ്മൾ രാമരാമ രാമരാമ എന്നുള്ള ആ ജീവന്റെ ഏറ്റവും നിലനിൽപ്പിന് കാരണമായിട്ട് നാമമാണ് രാമ എന്നുള്ളതാണ്, കൃഷ്ണ എന്നുള്ളതാണ്. അതുകൊണ്ട് ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ച ലീലകളെ ഹനുമാനന്ദായിട്ടും ചിരഞ്ജീവിയായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയിലേവി നമ്മളോടായിട്ട് പറയാണ്, എന്നെ ഭഗവാനാണ് തന്റെ തേറ്റയിൽ വെച്ചിരിക്കുന്നത് എന്നാണ്. വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയെ തന്റെ തേറ്റയിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. വരാഹമൂർത്തിയായിട്ട് ഞാനൊരു ഭൂമിയിലൊഴിയാകുന്ന അമ്മയാണ്. എന്നെ വിരാളുകൾ കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്, എന്നെ കിട്ടാൻ വേണ്ടിയിട്ടല്ല പരിശ്രമിക്കേണ്ടതാണ്, ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഇവിടെ പരിശ്രമിക്കേണ്ടത്. കാരണം ഇവിടുന്ന് പോണ സമയത്ത് നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ പാപത്തിനനുസരിച്ച് നരകത്തിൽ പോയിട്ട് പതിക്കേണ്ടി വരും. അതുകൊണ്ട് ഭൂമിയിലെ നമ്മളോടായിട്ട് പറയണു, ആർക്കും ഒന്നും ഇവിടെ സ്വന്തമാക്കാൻ പറ്റില്ല. നമ്മുടെ സ്വന്തമായിട്ട് ഒരാളുണ്ടെങ്കിൽ അത് ഭഗവാൻ മാത്രമാണെന്നാണ്. ആ ഭഗവാനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അങ്ങനെ ഭൂമിദേവിയുടെ പ്രാർത്ഥന. അതിനുശേഷം ദേവന്മാര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ പുണ്യഭൂമിയിൽ ഒരു ജന്മം കിട്ടണേ. ദേവലോകത്തിൽ അമൃത് കഴിച്ചുകൊണ്ടും അവിടെ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടും ഞങ്ങൾക്കത് ആ ജീവിതം എടുത്തു. ഇനി ഞങ്ങൾക്ക് അവിടുത്തെ ഭാഗവതം വായിക്കണമെന്നാണ് മോഹം, നാമം ജപിക്കണമെന്നാണ് മോഹം, അവിടുത്തെ നമസ്കരിക്കണമെന്നാണ് മോഹം. കുറേ കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ നമ്മള് ഇതിനൊക്കെ മുറുകെ പിടിക്കുകയാണ്. അല്ലെ അമ്മമാര് തന്നെയാണ് കുട്ടികൾക്ക് അങ്ങനെ ഓരോന്ന് പിടിക്കാനുള്ള അവസരം കൊടുക്കുന്നത്. ആ ബന്ധങ്ങൾക്കെല്ലാം കാരണമാവുന്നത് അവരെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ അവർക്ക് സ്വാർത്ഥതയുണ്ടാവണോ, മനുഷ്യന് വേണ്ടതായിട്ടുള്ള ഗുണങ്ങളെല്ലാം അവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണം. അവസാനം അവര് എന്തൊക്കെ നേടിയാലും വേണ്ടില്ല, അതെല്ലാം ഇവിടെ ഇട്ടെറിഞ്ഞു പോണ്ടി വരും. നമ്മൾ എന്തൊക്കെ നേടിയാലും അതാണ് ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ നേടിയതായിട്ടുള്ള ആരെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വരണ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കല്ലേ, ഒറ്റയ്ക്ക് വരണോ ഒറ്റയ്ക്ക് പോകണം. അതിന്റെ ഇടയിൽ നമുക്ക് ബന്ധങ്ങൾ, നമ്മളെ സ്നേഹിക്കാനുള്ള കുടുംബക്കാര്, കൂട്ടുകാരികള്, നാട്ടുകാര്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാലമേ ഉള്ളൂ. അതുകൊണ്ട് മരിച്ചു പോണ സമയത്ത് ശരീരം പോലും നമുക്ക് സ്വാധീനമല്ല. മരിച്ചു മുമ്പ് ഏതെങ്കിലും ഒരാള് ഉടുത്ത മുണ്ട് കൊണ്ടുപോയിട്ടുണ്ടോ? മരിക്കണ സമയത്ത് ആരെങ്കിലും കഴുത്തിൽ കെട്ടിയതായിട്ടുള്ള 5 പവന്റെ പണ്ടം കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല, കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാണ്, ഇതൊക്കെ ഭഗവാന്റെയാണ്, ഇതൊക്കെ ഈശ്വരന്റെയാണ്, നമ്മുടെ അല്ല. അതുകൊണ്ട് ശരീരം പോലും നമ്മുടെ അല്ല. നമ്മൾ പറയാറില്ല എന്റെ ശരീരം എന്ന് പറയാറുണ്ട്. എന്താ എന്റെ ശരീരം എന്ന് പറയുന്ന അർത്ഥം? അതിന് അർത്ഥമൊന്നുമില്ല. ശരീരം എന്റെ അല്ല, അത് നമുക്ക് മറ്റുള്ളവരുടെ വരദാനമാണ്. അച്ഛന്റെ അമ്മയുടെയും ഈശ്വരന്റെ ആ കാരുണ്യം കൊണ്ട് കിട്ടിയതാണ് ശരീരം. അതുകൊണ്ട് ഈ ശരീരം പോലും ഇവിടുന്ന് പോണ സമയത്ത്, ജീവൻ പോണ സമയത്ത് ശരീരം അവിടെ ഇട്ട് പോണ്ടി വരുന്നു. ആ ശരീരം സ്വീകരിക്കാൻ വേണ്ടി 3 ആൾക്കാർ കാത്തിരിക്കേണ്ടത്ര. ആരാ? നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ ശരീരം സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഭാര്യയോ മക്കളോ ആരുമല്ല. അവരെന്താ പറയാ, മരിച്ചു കഴിഞ്ഞ ശരീരം എനിക്ക് വേണം. ആ മരിച്ചതായിട്ടുള്ള ശരീരത്തെ ഏതെങ്കിലും ഭർത്താവ് ഭാര്യയെ കെട്ടിപ്പിടിച്ചിരിക്കുമില്ല. അപ്പൊ എത്ര കേമായിട്ടുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാരായി മരിച്ചു കഴിഞ്ഞാൽ ശരീരം ഒന്നുകിൽ അഗ്നി സ്വീകരിക്കുന്നതാണ്, അഗ്നി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അല്ലെങ്കിൽ മണ്ണ് സ്വീകരിക്കും, അല്ലെ? മണ്ണിൽ കുഴിച്ചിടുക, നമുക്ക് മണ്ണിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ അഗ്നിക്ക് ഇരയാക്കുക, അല്ലെങ്കിലോ ഏതെങ്കിലും ജന്തുക്കൾ തിന്നും. ആരും നമ്മളെ സംസ്കരിക്കാൻ, മരിച്ചു കഴിഞ്ഞാൽ സംസ്കരിക്കാൻ അല്ലെങ്കിൽ എന്താ ചെയ്യുക? ഏതെങ്കിലും ജന്തുക്കള്, ഏതെങ്കിലും എന്താ പറയുക, കഴുകനോ ഏതെങ്കിലും പുലിയോ കടുവയോ കാട്ടിലൊക്കെയാണ് മരിച്ചു വീണതെങ്കിൽ അവിടെ ഏതെങ്കിലും ജന്തുക്കള് നമ്മുടെ ശരീരം തിന്നും. അതുകൊണ്ട് ഈ ശരീരം ഇത് ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ശരീരത്തിനുള്ളതായിട്ടുള്ള ആത്മാവാണ് നിത്യസത്യമായിട്ടുള്ളത്. ഭൂമിദേവി നമുക്കൊക്കെ ഒന്ന് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. ഇവിടെ കിടന്ന പലതിനും വേണ്ടി ഓടി, പലതും നമ്മൾ നേടി. ഇവിടുന്ന് പോണ സമയത്ത് നമുക്കിതാ നേടി നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്ന 2 ഡെപ്പോസിറ്റേ ഉള്ളൂ എന്നാണ്. നമ്മളിവിടുന്ന് പോണ സമയത്ത് നമുക്ക് 2 ഡെപ്പോസിറ്റ് കൊണ്ടുപോകാം. 2 സഞ്ചിയായിട്ട് നമ്മുടെ വലിയൊരു പ്രാരബ്ധമാകുന്ന സഞ്ചിയായിട്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയില്ല.
ഓരോരുത്തരെയും പ്രാരബ്ധത്തിൽ